ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ ജോലിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളേറെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. വിഴിഞ്ഞം സീപോർട്ട് ജോബ് അപ്ഡേറ്റ് 2024 എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് വിജയമൂർത്തി. വിഴിഞ്ഞം പോർട്ടിൽ പെട്ടെന്ന് കയറാൻ പറ്റുന്ന ജോലികളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ ഒരു ജോലിക്ക് വേണ്ടി നിരവധി സ്ഥലങ്ങളിൽ കയറിയിറങ്ങി നടന്നിട്ടും പഠിച്ച വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ഒരു നല്ല ജോലി ഇതുവരെ ലഭിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയിരിക്കെ എല്ലാവർക്കും അനുഗ്രഹീതമായ വിഴിഞ്ഞം പോർട്ടിലൂടെ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വിഴിഞ്ഞം പോർട്ടിൽ ഒരു ജോലിക്ക് കയറാൻ നിങ്ങൾക്ക് ഏവർക്കും ഒരു അവസരം കൂടി കൈവന്നിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് പരിസരവാസികൾ തന്നെയാണ്. ഇനി എന്തെല്ലാം ജോലി യുവക്കൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പരിശോധിക്കാം. അദാനി പോർട്ടിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസികളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവയും എക്സ്പീരിയൻസ് ഇല്ലാത്തവയുമായ 2 തരത്തിലാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ വേക്കൻസി നമുക്ക് ആദ്യം പരിശോധിക്കാം. എക്സ്പീരിയൻസ് ആവശ്യമുള്ള ജോബ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ്പീരിയൻസ് ചോദിക്കുന്നത് 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം എന്നിങ്ങനെയാണ് ഓരോ ജോലിക്കും എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തത് ഫ്യൂവൽ സ്റ്റേഷൻ ഓപ്പറേറ്റർ. ITI വിദ്യാഭ്യാസ യോഗ്യതയുള്ള 40 വയസ്സ് കഴിയാത്തവരിൽ നിന്നുമാണ് പോർട്ടിലത്തേക്ക് അപേക്ഷിക്കേണ്ടത്. ഫ്യൂവൽ സ്റ്റേഷൻ ഓപ്പറേറ്ററായി നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ്, വിദ്യാഭ്യാസ യോഗ്യത ITI ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാം. 40 വയസ്സ് കഴിയാൻ പാടില്ല. വെൽഡർ ഫാബ്രിക്കേഷൻ. ഈ ജോലിക്ക് വിദ്യാഭ്യാസ യോഗ്യത ITI ഡിപ്ലോമയാണ്. 2 വർഷത്തെ ഏതെങ്കിലും പോർട്ടിൽ നിങ്ങൾ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ജോബിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാം. അതിൻ്റെ ഏജ് 40 വയസ്സിനകത്താണ്. പിന്നെ വരുന്നത് സ്റ്റോർ കീപ്പർ. ഈ ജോലിക്ക് വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ, ഡിഗ്രിയുമാണ്. അതിന് 2 വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിക്കുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാം, അപേക്ഷ നൽകാം. ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ. ഈ ജോലിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളത് ഡിപ്ലോമ, ഡിഗ്രി പഠിച്ചവർക്കുള്ള ജോബാണ്. ഏതെങ്കിലും പോർട്ടിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉൾപ്പെടെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. അടുത്തത് മെക്കാനിക്കൽ ടെക്നീഷ്യൻ. വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ, ഡിഗ്രി തന്നെയാണ്. 2 വർഷത്തെ ഏതെങ്കിലും പോർട്ടിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകണം. ഇത്രയും കാര്യങ്ങളാണ് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഈ മേൽ പറഞ്ഞ കാര്യങ്ങളാണ് 2 വർഷം വരെയുള്ള എക്സ്പീരിയൻസിനുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. പിന്നെ വരുന്നത് യാർഡ് പ്ലാനർ. അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമയും ഡിഗ്രിയുമാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും പോർട്ടിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക. ക്രെയിൻ ഓപ്പറേറ്റർ ജോബാണ്. STS QUAY
ക്രെയിൻ ഓപ്പറേറ്റർ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡിപ്ലോമ ഡിഗ്രി പഠിച്ചവർക്ക് അപേക്ഷിക്കാം. പിന്നെ വരുന്നത് ടവർ കൺട്രോളർ, വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ ഡിഗ്രി, അതിന് 4 വർഷത്തെ എക്സ്പീരിയൻസാണ് ആവശ്യം. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഈ ടവർ കൺട്രോളറായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാം. പിന്നെ വരുന്നത് വെസൽ പ്ലാനർ, വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ ഡിഗ്രി, 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത്. 5 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാം. അടുത്തത് ഡോക്യുമെൻറ്റേഷൻ എക്സിക്യൂട്ടീവ്, ഡിപ്ലോമ ഡിഗ്രി പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ജോലി തന്നെയാണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ നൽകേണ്ടി വരും. പിന്നെ വരുന്നത് മറൈൻ ഫിൽറ്റർ, ക്വാളിഫിക്കേഷൻ ITI മാത്രം പഠിച്ചവരെയാണ് മറൈൻ ഫിൽറ്ററായിട്ട് എടുക്കുന്നത്. 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾ നൽകണം. ഇത്രയും ജോലികൾക്കാണ് ഈ എക്സ്പീരിയൻസ് ഉള്ളവർ അപേക്ഷിക്കേണ്ടത്. അടുത്തത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ജോബാണ്. അതായത് ഡിപ്ലോമ പഠിച്ചവർക്കും ഡിഗ്രി പഠിച്ചവർക്കുമായിട്ടാണ് ഈ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അത് എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാം. BSc പഠിച്ചിട്ടുള്ളതിൽ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് ഉള്ളവർക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കും 5 വർഷത്തിനുള്ളിൽ പഠിച്ചിറങ്ങിയവർക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിച്ചിട്ടോ മറ്റേതെങ്കിലും കോഴ്സ് പഠിച്ച് 5 വർഷം കഴിയാൻ പാടില്ല. ആ 5 വർഷത്തിനകത്തുള്ളവർക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ കോഴ്സുകൾ പഠിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് പഠിപ്പിക്കുന്നത്. NAPS നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം, NATS നാഷണൽ അപ്രൻറ്റീസ് ട്രെയിനിങ് സ്കീം. ഇത്രയുമാണ് ഈ ജോബിനെ കുറിച്ച് പറയാനുള്ളത്. വിഴിഞ്ഞം പോർട്ടിൻ്റെ പരിസരത്തുള്ള 5 വാർഡിലെ യുവതികൾക്കാണ് മുൻഗണന നൽകുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കൂടാതെ ലൈക്ക് കൂടി ചെയ്യണേ. ഒരു കാര്യം വിട്ടുപോയി, അതായത് ഈ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ജൂലൈ 30 അവസാന തീയതി. 2024 ജൂലൈ 30 ഇതിൻ്റെ അവസാന തീയതി വരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.